ഹലോ, ഗുഡ് ഈവനിങ്. ചായ കുടിച്ചു എല്ലാവരും? കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കളി കഴിഞ്ഞെത്തിയത് ഞാൻ ചോദിച്ചത്, ഞാനിവിടെ പിടിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ടാണ് റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ചിലപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ രാത്രി പിറ്റേ ദിവസമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ടീച്ചർ എന്താ ഇങ്ങനെ ചോദിക്കണേ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ മാത്സ് ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു മാത്സ് ക്ലാസ് വന്നത് അല്ലേ? അപ്പോൾ എന്നിട്ട് ഇന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? നിങ്ങളുടെ ടൈമിലൊക്കെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മാത്സ് ആയിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാതിരിക്കാൻ വഴിയില്ല. നിങ്ങളൊക്കെ ഭയങ്കര സ്മാർട്ട് പിള്ളേരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോട്ട് എനിക്ക് ആരും അയക്കണില്ല. അതിൻ്റെ കാര്യം ടീച്ചറോട് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ് അവർക്ക് അയക്കാനുള്ള മടി കൊണ്ടാണ്, അല്ലാതെ അവർ അയക്കാതിരിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസത്തിലും നിങ്ങളെൻ്റെ ക്ലാസ് കാണുന്നുണ്ടെന്നൊരു വിശ്വാസത്തിന്മേലാണ് ഞാൻ ഇങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. നിങ്ങൾ ആ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്ന് നമ്മൾ പറയില്ലേ? അതുപോലെ ആവരുത്. നിങ്ങൾ കുറച്ചും കൂടി മുതിർന്നു അല്ലേ? 7ാം ക്ലാസ്സിലെ കുട്ടികളായി. എനിക്ക് 5ലെയും 6ലെയും കുട്ടികൾ തരക്കേടില്ലാണ്ട് അയക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ കുട്ടികളാണ് നോട്ട് അയക്കാൻ ഇത്തിരി പുറകിൽ. എന്ന് വെച്ചാൽ ആരും തന്നെ അങ്ങനെ അയക്കുന്നില്ല. പറ്റുകയാണെങ്കിൽ അയക്കുക, ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു എക്സാമൊക്കെ വെക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പോർഷൻസ് ഇത്രയല്ല ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് ഒരു ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇന്നൊരു 2 ക്ലാസ് കിട്ടുന്നുണ്ട്, രണ്ട് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, വെക്കണോ വെക്കണ്ട. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. സ്കൂളുകാർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനൊരു എക്സാം വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി ആലോചിച്ചിട്ട് ചെയ്യാം. ഇന്ന് നമുക്കിപ്പോൾ 2 പോർഷനാണ് ക്ലാസ് എടുത്തേക്കണത് അല്ലേ? ഒന്ന് ഫാക്ടറൈസേഷൻ, അതായത് ഘടകക്രിയ, ഘടകങ്ങളാക്കി എഴുതാം. അതും പിന്നെന്താണ്, മൾട്ടിപ്ലിക്കേഷൻ റൂള്, ഗുണന നിയമം. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഘടകക്രിയയിലോട്ട് പോകാം. ഇപ്പം എന്തായിരുന്നു ഘടകക്രിയയിൽ പഠിച്ചത്? എന്താണ് ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ. ഈ 2 കൂട്ടരെയാണ് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും. എന്താണ് ഭാജ്യസംഖ്യ, എന്താണ് അഭാജ്യസംഖ്യ? ടീച്ചർക്കൊന്ന് പറഞ്ഞു തരാമോ? എന്താണ് ഭാജ്യസംഖ്യയും എന്താണ് അഭാജ്യസംഖ്യയും? ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഭാജ്യം എന്ന് പറഞ്ഞാൽ വാക്കിലെന്താ? ഭാജിക്കുക, വിഭജിക്കുക അല്ലേ? ഭാഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അഭാജ്യസംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് നമുക്ക് ഭാഗിച്ച് എഴുതാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അതായത് ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ. അഭാജ്യസംഖ്യനെ നമ്മൾ എന്ന് പറയും? പ്രൈം നമ്പേഴ്സ് എന്നാണ് നമ്മൾ അഭാജ്യസംഖ്യകളെ പറയാം. ഓക്കെ, അഭാജ്യസംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് കേട്ടോ അത്, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഈ അഭാജ്യസംഖ്യകൾ, ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞു ടീച്ചർ? അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇപ്പം 4 എന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യ എടുത്തു. ഈ 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ ഭാജ്യസംഖ്യയാണോ അഭാജ്യസംഖ്യയാണോ? ഒന്ന് പറയാൻ പറ്റുമോ? ഭാജ്യസംഖ്യയാണോ? ആണോ? അതോ അഭാജ്യസംഖ്യയാണോ? ഭാജ്യസംഖ്യയാണല്ലേ. നിങ്ങൾക്കറിയാം ഭാജ്യസംഖ്യയാണല്ലേ. കാരണം എന്താണ്? 2ന് നമുക്ക് 4ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 4ന് നമുക്ക് 1 × 4 ആയും എഴുതാം, 2 × 2 ആയും എഴുതാം. 2ൻ്റെ ഉത്തരം എന്താണ്? 4 തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും നമ്മളെ ഗുണിക്കുന്ന ആ സംഖ്യയും, നമുക്ക് ഏത് സംഖ്യയാണ് വേണ്ടത്? ആ സംഖ്യയും. അതല്ലാതെ വേറൊരു ഘടകം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റണം. അങ്ങനെ പറ്റുമ്പോഴാണ് അതിന് നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അഭാജ്യസംഖ്യകളായി. ഇപ്പോൾ ഉദാഹരണത്തിന് 2 എടുത്തോ. 2 ഭാജ്യമാണോ അഭാജ്യമാണോ? 2നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഗുണിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗുണിച്ചാലാണ് 2 കിട്ടുക? 1 × 2 2 അറിയാം. പിന്നെ വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ 2 കിട്ടുമോ? ഏതെങ്കിലും എണ്ണൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടുമോ? ഇല്ല അല്ലേ?
അപ്പോൾ രണ്ടിന് ഏതൊക്കെ ഘടകങ്ങളുള്ളത്? ഒന്നും പിന്നെ ആ സംഖ്യ തന്നെയുള്ളൂ. അതായത് ഒന്നും പിന്നെ നമ്മൾ എടുക്കുന്ന സംഖ്യ ഏതാണോ അതും തന്നെ ഘടകങ്ങളായി വരുന്നുള്ളൂവെങ്കിൽ, ഒരു സംഖ്യയ്ക്ക് ഘടകങ്ങളായി വരുന്നുള്ളൂവെങ്കിൽ അതിന് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കും. ഇനി ഇപ്പോൾ 6 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തോ. ഇത് ഭാജ്യമാണോ അഭാജ്യമാണോ? അതെന്താണ്? ഭാജ്യമാണോ അഭാജ്യമാണോ? നോക്കൂ, 6നെ നമുക്ക് 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. അപ്പോൾ 1ഉം 6ഉം അല്ലാതെ വേറെ 2 ഘടകങ്ങൾ നമുക്ക് കിട്ടി അല്ലേ? 3ഉം 2ഉം ഇല്ലേ? വേറെ 2 ഘടകങ്ങൾ കൂടി എക്സ്ട്രാ കിട്ടി. മൊത്തം 4 ഘടകങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഭാജ്യ അഭാജ്യ? അഭാജ്യ ആവില്ല അല്ലേ? കാരണം ഒന്നും ആ സംഖ്യ അല്ലാണ്ട് നമുക്ക് വേറെ 2 ഘടകങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഘടകം കിട്ടിയാലും മതി. അപ്പോൾ അതെന്താണ്? ഭാജ്യ സംഖ്യയാണ്. 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചത് കേട്ടോ, ഭാജ്യ സംഖ്യയും അഭാജ്യ സംഖ്യയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടീച്ചർ നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിൽ കുറച്ച് നമ്പേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 2, 3, 5, 7 അങ്ങനെ പോകുന്ന 11, 13 അങ്ങനെ പോകുന്ന കുറച്ച് സംഖ്യകൾ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളിപ്പോൾ 1 തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. ഈ 1 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ അഭാജ്യ സംഖ്യയിൽ പെടുത്തില്ല. നമ്മുടെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ തുടങ്ങുന്നത് 2ലാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഇനി നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ 1 തൊട്ട് എഴുതി നോക്കുക. അപ്പോൾ 1 എന്ന് പറയുന്നത് ഭാജ്യസംഖ്യ നിങ്ങൾക്ക് കിട്ടി, 2 എന്ന് പറയുന്നത് അഭാജ്യാന്ന് കണ്ടു, 3 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യം തന്നെയാണ്. അത് നിങ്ങൾ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 വരെയോ 25 വരെയോ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ഏതൊക്കെ സംഖ്യകളാണ് ഭാജ്യം, ഏതൊക്കെ സംഖ്യകളാണ് അഭാജ്യം എന്ന് നിങ്ങൾ നോക്കുക. എങ്ങനെ നോക്കുക? ആ സംഖ്യയും അതുപോലെ തന്നെ ഒന്നും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. സുഖമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഇപ്പം ടീച്ചർ പറഞ്ഞു തന്നു 2 ആണല്ലേ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഭാജ്യ സംഖ്യകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ 2 കഴിഞ്ഞാൽ പിന്നെ വരുന്ന അഭാജ്യ സംഖ്യകളൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഒക്കെ ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും അതുപോലെ തന്നെ ഇരട്ട സംഖ്യയുമായി വരുന്നത് ആര് മാത്രമാണ്? 2 മാത്രമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ വായുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വെറുതെ ചെവിട് കൊണ്ട് കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യം വരണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. 25 വരെ അല്ലേ? പോട്ടെ, 20 വരെ. സുഖമാണ്. ഒന്നും ആ സംഖ്യ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിൻ്റെ എല്ലാ ഘടകങ്ങളും അന്വേഷിച്ച് പോകുന്നും വേണ്ട, വേറെ ഏതെങ്കിലും ഒരു ഘടകം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കില്ലോ അല്ലേ? അപ്പം അതിനാണ് അപ്പം നമുക്ക് അങ്ങനെ എഴുതാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ ഘടകക്രിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.